നിങ്ങൾക്കറിയാമോ, അപ്പോസ്തലന്മാരോ ആദ്യകാല ക്രിസ്ത്യാനികളോ ഉപയോഗിച്ച ചിഹ്നം കുരിശല്ലായിരുന്നു എന്നോ? അതെ, കുരിശ് പിന്നീട് വന്നതാണ്. ആദ്യകാല ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്ന 3 ചിഹ്നങ്ങൾ. 1. ഇക്തിസ്, മത്സ്യം. ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം യേശുക്രിസ്തു ദൈവപുത്രൻ, രക്ഷകൻ. 2. ആങ്കർ, നങ്കൂരം. ഹീബ്രു 6:19 പറയുന്ന ആത്മാവിന്റെ നങ്കൂരം. 3. കീറോ, ക്രിസ്തോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ ആദ്യ 2 അക്ഷരങ്ങൾ. ക്രിസ്തുവിന്റെ സാന്നിധ്യവും. ഇവയാണ് ക്രൂശിനു മുൻപ് വിശ്വാസത്തെ സംരക്ഷിച്ച 3 രഹസ്യ ചിഹ്നങ്ങൾ. കാട്ടക്കൊമ്പുകളുടെ ഇരുട്ടിൽ വിശ്വാസം ജീവിച്ചിരുന്നതിന്റെ അടയാളങ്ങൾ. കുരിശ് ക്രിസ്ത്യാനികളുടെ പ്രധാന ചിഹ്നമായി ഉപയോഗിക്കപ്പെടുന്നത് 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ക്രിസ്തീയതയെ തുറന്നു പറഞ്ഞ് സ്വീകരിച്ച ശേഷമാണ്. ആദ്യകാല ക്രിസ്ത്യാനികൾ കുരിശ് ഒഴിവാക്കിയതിൻ്റെ കാരണം അത് റോമൻ പീഡനവും അപമാനവും നിറഞ്ഞ ശിക്ഷയുടെ അടയാളമായിരുന്നതുകൊണ്ടാണ്. ഇന്ന് അത് രക്ഷയും പുനരുത്ഥാനവും പ്രതിനിധീകരിക്കുന്ന വിശ്വാസത്തിൻ്റെ കേന്ദ്രചിഹ്നമായി മാറിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു അപ്പസ്തോലനോട് യാത്രാമധ്യേ യേശു ക്രൂശിൻ്റെ അടയാളം കാണിച്ചിട്ടുണ്ടെന്ന്? ആ അപ്പസ്തോലൻ ആരെന്ന് കമൻറ്റിൽ പറഞ്ഞു തരും.